അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ലോകരക്ഷിതാവ് എല്ലാവർക്കും സന്തോഷം, സമാധാനവും ആരോഗ്യമുള്ള ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കഥ പറയാനാണ്. നമ്മുടെ ബാഹ്യമായ അവയവങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് അവർ പറഞ്ഞു, നമുക്ക് സുഖാനുഭൂതി തേടി പോകാമെന്ന്. അങ്ങനെ എല്ലാവരും സമ്മതിച്ചു. പോകുന്ന വഴിയിൽ ചാരുകസാലയിലിരിക്കുന്ന ഒരു വൃദ്ധൻ്റെ അടുക്കിലേക്ക് ആദ്യം അവർ പോയി. അദ്ദേഹം ഇങ്ങനെ ചാരുകസാലയിലിരിക്കുകയാണ്. അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാളുടെ തലയിൽ രണ്ട് കൈകളും 10 വിരലുകളും കൂടി അമർത്തി മസാജ് ചെയ്യാനായി തുടങ്ങി. മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് വളരെ സുഖം തോന്നി. ഹായ്, എന്തൊരു സുഖം! നല്ല സുഖമുണ്ട്, ഉറക്കം വരുന്നു. അയാൾ കണ്ണുകൾ ഉറക്കത്തിലേക്ക് അടഞ്ഞുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് അയാൾ കൈയെടുത്തു. ആ സമയത്ത് വീണ്ടും അയാൾ പറഞ്ഞു, ഇങ്ങനെ ചെയ്യൂ, എന്താ ഒരു സുഖം എന്നു. അങ്ങനെ തലയുടെ സുഖം അനുഭവിച്ചറിഞ്ഞു. അടുത്തത് കണ്ണിൻ്റെ സുഖമാണ്. ഇനി അയാളുടെ കണ്ണുകൾ ഒന്ന് നോക്കാം, കണ്ണിന് സുഖമുണ്ടോ എന്നറിയാമെന്ന്. അങ്ങനെ അയാൾ ഒരുപാട് യാത്രകൾ നടന്നപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു. ഹായ്, എന്തൊരു രസമുള്ള കാഴ്ച എന്ന് പറഞ്ഞു. എന്നാൽ സുഖമല്ലേ വേണ്ടത്, കണ്ണിന് സുഖം കിട്ടിയോ എന്ന് മറ്റ് അവയവങ്ങൾ ചോദിച്ചു. അതിനിടയിൽ അയാൾക്ക് കണ്ണിന് നല്ല ചൊറിച്ചൽ വന്നു. ഈ ചൊറിച്ചിൽ വന്നപ്പോൾ കൈവിരലുകൾ കൊണ്ട് കണ്ണ് തിരുമ്മാൻ തുടങ്ങി. കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഹായ്, എന്തൊരു സുഖം എന്നയാൾ ആവർത്തിച്ച് പറഞ്ഞു. അതിന് കണ്ണിൻ്റെ സുഖവും അനുഭവിച്ചറിഞ്ഞു. അടുത്തത് ചെവിയാണ്. ചെവിക്ക് ഇമ്പമുള്ള മനോഹരമായ പാട്ടുകളും മറ്റും കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് എന്ന് പറയും. പക്ഷേ സുഖമുണ്ടോ എന്നറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ചെവിക്ക് ചൊറിച്ചൽ വന്നത്. ഉള്ളിലിങ്ങനെ ചൊറിയാൻ വേണ്ടി അയാൾ ഒരു കോഴിത്തൂവലെടുത്തു ചെവിയിൽ മെല്ലെ മെല്ലെ തിരുമാൻ തുടങ്ങി. ഹായ്, എന്തൊരു സുഖം! ഇതുപോലൊരു സുഖം അനുഭവിച്ചിട്ടില്ല എന്നയാൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ചെവിയുടെ സുഖവും അയാൾ അറിഞ്ഞു. പിന്നെ മൂക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. മൂക്കാണെങ്കിൽ നല്ല സ്മെല്ലും ചീത്ത സ്മെല്ലൊക്കെ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ സുഖാനുഭൂതി അറിഞ്ഞില്ലല്ലോ. മൂക്കിനും ഇതുപോലെ തന്നെ പെട്ടെന്ന് ചൊറിച്ചിൽ വന്നു. അയാൾ വിരലുകൾ കൊണ്ട് ഇങ്ങനെ 2 വിരലുകൾ കൊണ്ട് മൂക്കിനിങ്ങനെ തിരുമാൻ തുടങ്ങി. അങ്ങനെ അയാൾക്കും നല്ല സുഖാനുഭൂതി കിട്ടി. അങ്ങനെ ഓരോ അവയവങ്ങളും, കൈയും കാലും, എല്ലാ അവയവങ്ങളും തന്നെ സുഖിക്കുവാനായി തുടങ്ങി. എന്നാൽ നാവിന് സുഖിക്കാൻ വേണ്ടി വന്നപ്പോൾ നാവ് ഒരുപാട് പറയുന്നുണ്ട്, എന്നെ സുഖിപ്പിക്കൂ എന്നൊക്കെ. നാവിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു, കയ്പുള്ള കയ്പയ്ക്ക വെച്ച് കൊടുത്തു, പുളിയുള്ള പുളി വെച്ച് കൊടുത്തു, ചൂട് വെച്ച് കൊടുത്തു, തണുപ്പിനായി ഐസുകട്ട വെച്ച് കൊടുത്തു. ഇതെല്ലാം കൊടുക്കുമ്പോഴും അതിന് സുഖാനുഭൂതി കിട്ടിയില്ല. കയ്പാണല്ലോ, പുളിപ്പാണല്ലോ, ഭയങ്കര മധുരം എന്നൊക്കെ. അങ്ങനെ നാവിന് സുഖാനുഭൂതി അറിഞ്ഞില്ല. അങ്ങനെ മറ്റു അവയവങ്ങളൊക്കെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീയാണല്ലോ വലിയ വാചകക്കാരി, നിനക്ക് സുഖം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ ആർത്തിച്ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ണും ചെവിയും പറഞ്ഞു, അങ്ങനെ അവളെ കളിയാക്കി ചിരിക്കേണ്ട. നമുക്കെന്തെങ്കിലും വിഷമങ്ങളും ആപത്തുകളുമൊക്കെ വരുമ്പോൾ, നമ്മുടെ ഈ വേദനയും ചൊറിച്ചിലും എല്ലാം വരുമ്പോൾ നമ്മെ ഉണർത്തുന്നതാരാണ്? അവളല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാലും അവളല്ലേ മറ്റുള്ളവരോട് പറയുന്നത്. ഊമകളായ നമുക്ക്
അതിന് കഴിയില്ലല്ലോ. സുഖാനുഭൂതി അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് അഹങ്കാരത്തോടു കൂടി 36 പല്ലിൽ നിന്നും ഉള്ളിൽ നിന്നും നാവ് ചാടി പുറത്തേക്ക് വന്നു. കേട്ടില്ലേ കേട്ടില്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് വീമ്പിളക്കുകയും സത്യവും അസത്യവും ഒക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ഇത് കേട്ട് സാഹിബ് കേട്ടുകൊണ്ട് പല്ലുകൾ ഞെരുക്കാൻ തുടങ്ങി. പല്ലുകൾ പറഞ്ഞു, ഇവിടെയാണോ ഞാൻ ഇത്രയും സുരക്ഷിതമായി അടച്ചു പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് നാവിൻ്റെ തുമ്പിൽ ഒരൊറ്റ കടി കൊടുത്തു. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞ് നാവ് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ പല്ല് പറഞ്ഞു, അതെ, സംസാരിക്കുന്നുണ്ടെങ്കിൽ നല്ലത് മാത്രം സംസാരിക്കുക. ചീത്ത സംസാരിക്കാനാണെങ്കിൽ ഞാൻ നിനക്ക് കൂട്ടു നിൽക്കില്ല എന്ന്. അങ്ങനെ നാവ് പലപ്പോഴും നല്ലത് മാത്രം പറയാനായി തുനിഞ്ഞു. പക്ഷേ ചില മനുഷ്യരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് ഈ നാവ് തന്നെ പുറത്തേക്ക് വന്ന് ചീത്ത കാര്യങ്ങളും പറയുന്നു. എന്നാൽ ഇത്തരക്കാരായ നാവുകളോട് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ ആലോചിച്ചുകൊണ്ട് സംസാരിക്കുക. 3 തവണയെങ്കിലും സംസാരിക്കുക. അത് വല്ലവർക്കും ഉപകാരമുണ്ടോ ഉപദ്രവമുണ്ടോ എന്ന് ചിന്തിക്കുക. ഉപകാരമാണെങ്കിൽ മാത്രം പറയുക. ഉപദ്രവമാണെങ്കിൽ അത് പറയേണ്ട കാര്യമില്ല. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഏഷണിക കൊണ്ട് പറഞ്ഞ് പരുത്താതെ നമുക്കും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്ന തീരുമാനത്തോടു കൂടി നാവിനെ അടക്കി നിർത്തുക. അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അത് തന്നെയല്ലേ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞത്, ഒന്നുകിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്ന്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നേട്ടമാണ് ഉണ്ടാവുക, ഒരിക്കലും കോട്ടമുണ്ടാകില്ല. മറ്റൊരാളെപ്പറ്റി കുറ്റം പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരുപാട് വേദനിക്കേണ്ടി വരും. സത്യം സത്യമായി തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വിഷമിക്കേണ്ടി വരും. പിന്നെ അവരുടെ കാല് പിടിക്കാനും മാപ്പ് പറയാനും ഒക്കെ പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട. നല്ല കാര്യങ്ങൾ മാത്രം പറയുക. ചീത്തയോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ഒന്നും പറയാതെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കളയുക. അതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനിയുണ്ടാകേണ്ടത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.